കുഞ്ഞമ്മാവൻ എന്നെ മനസ്സിലായോ? റോസി. റോസി മോൾ, നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നപ്പോ ശ്യാമയെ ലോ കോളേജ് ചേർക്കാൻ വന്നപ്പോഴാ നിന്നെ അവസാനമായി കണ്ടത്. അന്ന് നീ എത്ര കുഞ്ഞായിരുന്നു. അമ്മ എന്റെ കോളേജ് അഡ്മിഷന്റെ കാര്യം എന്തായിന്ന് ചോദിക്കാൻ വിട്ടതാ. ഞാൻ മാനേജ്മെന്റിൽ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച ശരിയാവും. അട്ടെ, നീ വീടെങ്ങനെ കണ്ടുപിടിച്ച മോളെ? കുഞ്ഞമ്മാവനെ ശ്യാമേച്ചയും ചോദിച്ചാ ഈ നാട്ടിൽ ആർക്കാ അറിഞ്ഞൂടാത്തത്? ഓട്ടോക്കാരൻ നേരെ ഇവിടെ കൊണ്ടുവിട്ടു. റോസി മോളെ, കുഞ്ഞമ്മാന് ധൃതിയുണ്ട്. ശ്യാമേ, റോസി ഈ വീട്ടിൽ ആദ്യമായിട്ട് വരിക. അവളെ കാര്യമായിട്ട് സൽക്കരിച്ച വിടാവൂ. പോട്ടെ മോളെ. ശരി, വാ. ശ്യാമേച്ചി നല്ല ആളാ. ഞങ്ങള് വന്നു അറിഞ്ഞിട്ട് അവിടം വരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. അമ്മയും സുരേട്ടനും പറയുന്ന കേട്ടു. അത്ര കാണുമെന്ന് മോഹമുള്ളവർക്ക് ഇങ്ങോട്ടും വന്ന് കാണാലോ. നിന്റെ സുരേട്ടൻ പോലീസ് ആണെങ്കിലേ ഞാൻ വക്കീല. അപ്പൊ പിണക്കം സുരേട്ടനോടാ. ട്രാക്കിലൊന്ന് വീണോട്ടെ ശ്യാമേച്ചി, എന്നിട്ട് പോരെ പിണക്കവും പറ്റും. നീ വിട്ട് കൊള്ളാലോ. കൺട്രോൾ റൂം, എസ്പി വിളിക്കുന്നു. മെസ്സേജ് ഉണ്ട്. എസ്ഐ ഇല്ലേ? ഓവർ. സാർ. ഇല്ല സാർ. ഓവർ. വല്ല പ്രശ്നമുണ്ടോ? ഓവർ. കാളിയന്റെ ഗുണ്ടകൾ ഇവിടെ അടുത്തൊരു തടിമില്ലിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഓവർ. ഫോഴ്സ് പോയിട്ടില്ലേ? ഓവർ. സാർ, SI തനിച്ച് മതിയെന്ന് പറഞ്ഞാ പോയത്. ഓവർ. എന്തത്? MLA-യുടെ എഴുത്താ. എന്റെ ആൾക്കാർക്കെതിരെ നടപടി എടുക്കരുത്. സാറേ, ചവിട്ടേറ്റ പാമ്പാണ് ഞാൻ. അവസരം കിട്ടിയാൽ തിരിച്ചു കൊത്തും. ഓർത്തിരുന്നോ? അവന്മാരെ പിടിച്ചകത്ത്. ചേപ്പിലെ കുന്നുപോലുണ്ടല്ലോ മസിൽസ്. നിന്നെ കൊറേ കാലായടാ ഞാൻ തെരഞ്ഞു നടക്കുന്നത്. എടാ ഇടിച്ചിട്ട് യേശുടാ. ഇവിടെ വാ. എടാ, രണ്ടാളോടും കൂടിയാ പറയുന്നത്. ഇടി ഇവിടെ തീർന്നില്ല, അടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്നുണ്ട്. കുറെ കാലായി കയ്യിന്റെ തരിപ്പം തീർത്തിട്ട്. അതെ, തീർത്തോളി. ഇതുവരെ ബിലാലിനെ പിടിച്ച മാതിരി ഒഴിഞ്ഞു ഒഴിഞ്ഞ് കളിക്കായിരുന്നു. ഇപ്പൊ അല്ലടാ പിടി കിട്ടിയത്. ഇവിടെ വാടാ. ഇതിന്റെ വൈരാഗ്യം വെളിയിൽ വെച്ചെങ്ങാൻ എന്നോട് കാണിച്ചാൽ എന്റെ കുടുംബാണ്. അതെ, നടത്തു. ഓ